അങ്ങനെ മോദി ഫാനായ ഒരാൾ കൂടി മോദിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരികയാണ്. ആള് വേറെ ആരുമല്ല, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വീരേന്ദ്ര സേവാഗ് തന്നെയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ടാണ് വീരേന്ദ്ര സേവാഗ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. തോഷാം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അനിരുദ്ധ് ചൗധരിക്കാണ് താരം പിന്തുണ പ്രഖ്യാപിച്ചത്. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അനുകൂലിച്ച് പലപ്പോഴും രംഗത്ത് വരാറുള്ള സേവാഗിൻ്റെ നിലപാട് മാറ്റത്തിൽ വിമർശനവുമായി സംഘപരിവാർ അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് അനിരുദ്ധിനായി സേവാഗ് പരോക്ഷമായി വോട്ടഭ്യർത്ഥന നടത്തിയത്. BCCI മുൻ അംഗം കൂടിയായ അനിരുദ്ധ് ചൗധരി ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഹരിയാന വികാസ് പാർട്ടി നേതാവുമായിരുന്ന ബാൻസിലാലിൻ്റെ മകനുമാണ് ഇദ്ദേഹം. അടുത്ത ബന്ധുവും BJP MP കിരൺ ചൗധരിയുടെ മകളുമായ ശ്രുതി ചൗധരിയാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. അനിരുദ്ധ് ചൗധരിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുടെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് വീരേന്ദ്ര സേവാഗ്. സ്റ്റോറിയിൽ കോൺഗ്രസ് നേതാവിനെ ടാഗ് ചെയ്തിട്ടുമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിച്ച് ദീർഘമായൊരു കുറിപ്പും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അനുകൂലിച്ചും എതിർത്തും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതോടെ ആ പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയായിരുന്നു. രാജ്യത്ത് പൊതുമേഖലാ ബാങ്കുകൾ വൻ കുതിപ്പിൻ്റെ പാതയിലാണെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഴയ പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു സേവാഗ്. ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റമുണ്ടാകുമെന്നും പൊതുമേഖലാ ബാങ്കുകൾ അതിനെ ശക്തിപ്പെടുത്തുന്നുവെന്നും വ്യക്തമാക്കുന്ന കണക്കുകൾ എന്ന അടിക്കുറിപ്പോടെ കേന്ദ്ര സർക്കാർ ഹാൻഡിലുകളിൽ നിന്നും ഈ പോസ്റ്റ് പങ്കിടുകയായിരുന്നു മോദി. മോദിയുടെ പോസ്റ്റ് കണ്ട് വഞ്ചിതനായി വലിയ നഷ്ടത്തിലായ തൻ്റെ ജീവനക്കാരൻ്റെ അനുഭവം പറയുകയായിരുന്നു പോസ്റ്റിൽ സേവാഗ്. അനന്തര സ്വത്തായുള്ള ഭൂമി വിറ്റുകിട്ടിയ 1 കോടിയിൽ നിന്നും 80 ലക്ഷമെടുത്ത് മോദി പറഞ്ഞ പട്ടികയിലുള്ള 3 പൊതുമേഖലാ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഇതിനുശേഷം ആ ഓഹരികളെല്ലാം ദിവസവും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. മോദി ഭക്തൻ കൂടിയായ ഇദ്ദേഹം ഇപ്പോൾ വലിയ സങ്കടത്തിലും മനോവ്യഥയിലുമാണെന്ന് പോസ്റ്റിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് എന്നിവിടങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. മോദിയുടെ പോസ്റ്റിന് ശേഷം ഒരിക്കൽ പോലും ഓഹരിയിൽ നിന്നും ലാഭമുണ്ടാക്കാനായിട്ടില്ല. തന്നെ പോലുള്ള ഉപഭോക്താക്കളെ കബളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മോദിയുടെ പോസ്റ്റ് എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ടെന്നും സേവാഗ് പോസ്റ്റിൽ പറഞ്ഞു. മോദി ജൂൺ 19 എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് സെപ്റ്റംബർ 19 മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ റീട്വീറ്റ് ചെയ്ത് വിമർശനമുയർത്തിയത്. ഇതിനെതിരെ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ സൈബർ ആക്രമണം ശക്തമാക്കിയതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക കൂടി ചെയ്തതോടെ വീരേന്ദ്ര സേവാഗിനെതിരെ സംഘപരിവാർ അനുകൂലികൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റ് ഓഫർ ചെയ്തിട്ടും നിരസിച്ചയാളാണ് സേവാഗ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളും ഇവർ ഉയർത്തുന്നുണ്ട്. മുൻപ് കോൺഗ്രസ് നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും മോദി സർക്കാർ നടപടികളെ പിന്തുണയ്ക്കുകയും ചെയ്ത താരത്തിൻ്റെ ചുവടുമാറ്റം രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്.